ജോസഫ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ 144 പേരെ പുറത്താക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിൽ ഉൾപ്പെട്ട ആളായിട്ടാണ് ഈ അഭിലാഷ് ഡേവിഡിന്റെ പേരും മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുണ്ടായിരുന്ന ആൾ ഇപ്പോൾ പൊങ്ങിയിരിക്കുന്നത് അങ്ങ് മലബാറിലാണ്. ഇതുപോലെ നിരവധി കേസുകൾ വരുന്നുണ്ടെന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പിരിച്ചുവിടലൊക്കെ പ്രഹസനമായിരുന്നു. അത് എന്ത് സംഭവിച്ചെന്ന് അത് കൃത്യമായിട്ട് ഇനി പോലീസ് പറയണം. അയാളെ തിരിച്ച് സർവീസിൽ കയറ്റിയിരിക്കുന്നത് DGP ആണ്. DGPക്ക് എന്താണ് അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം? ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിന് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിരിച്ചുവിടലിന്റെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും DGP ആണ് ഇതിനകത്ത് അദ്ദേഹത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ഓർഡർ ഉത്തരവിട്ടിരിക്കുന്നത്. അത് ഏതായാലും DGP ഭാഗത്തൊരു വൻ വീഴ്ചയാണ്. കാരണം ഇതുപോലൊരു ആളെ തീർച്ചയായിട്ടും കേരള പോലീസ് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. കാരണം ഇവിടുത്തെ കുപ്രസിദ്ധ ഗുണ്ടയായ 2 പേരുമായിട്ട് അവിഹിതമായ പല ബന്ധങ്ങളും ഈ അഭിലാഷിനുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബന്ധത്തില് തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗത്തിന് യോജിച്ചതല്ല, ഒരു ഗവൺമെന്റിന് യോജിച്ചതല്ല, ആഭ്യന്തര വകുപ്പിന് യോജിച്ച കാര്യങ്ങളല്ല. അങ്ങനെ ആ ബന്ധം ഉണ്ടെന്ന് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പോലീസിൽ ഇരിക്കാൻ അൺഫിറ്റാണ്. DGP പിരിച്ചുവിടണം അയാളെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉത്തരവ് ഉണ്ടാകണം. അങ്ങനെ കേരളത്തിൽ ധാരാളം പേരുണ്ട്. ഒരു 10-15% ഗുണ്ടാബന്ധങ്ങളും ഗുണ്ടയിൽ നിന്ന് പണം വാങ്ങിക്കുന്ന ഒരു ധാരാളം പേര് കേരളത്തിൽ പോലീസിലുണ്ട്. ശ്രീ ജോർജ്, ഇതിന്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ്? ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തിറക്കുന്നു ഉത്തരവ്. ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് DGP അദ്ദേഹത്തെ പോലീസ് മേധാവി ആയിരുന്ന സമയത്ത് ഷെയ്ഖ് ദർവേസ് സാഹിബാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ തിരിച്ചെടുത്തുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കുന്നത്. ഇതിന്റെ സാധാരണ രീതിയിൽ ഇത്തരം ഒരു പുറത്താക്കൽ നടപടി ഉണ്ടായാൽ അതിന്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ് പോലീസിൽ? അല്ല, ഇയാളെ ഒരു ഗസറ്റഡ് ഓഫീസറാണ്, ഗസറ്റഡ് റാങ്കിലാണ് ഈ ഇൻസ്പെക്ടർ മുതൽ ഗസറ്റഡ് റാങ്കാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ, ഒരു ഇൻസ്പെക്ടർ വരെയുള്ളവർക്ക് DGPക്ക് വേണേ ഡിപ്പാർട്ട്മെന്റിലായിട്ട് നടപടി എടുത്ത് പുറത്താക്കാം, DGP വരെയുള്ള ആൾക്കാർക്ക്. കാരണം അവർക്കെതിരായിട്ട് ഡിപ്പാർട്ട്മെന്റ് നടപടി എടുത്ത് അതിലൊരു പണിഷ്മെന്റ് 2-3 ഇൻക്രിമെന്റ് ബാറ് അടുത്ത 3 വർഷത്തേന് അവർക്ക് ഇൻക്രിമെന്റ് ഒന്നും ലഭിക്കില്ല. അതിന് അപ്പീൽ കൊടുക്കുമ്പോൾ അത് കുറവ് കൊടുക്കും. അതേ സമയത്ത് ഗ്രേവ് ഒഫൻസ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് മേലധികാരിക്ക് പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. ഡിസിപ്ലിനറി പ്രൊസീഡിംഗ്സ് അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് മേലധികാരിക്ക് ഇയാളെ റിമൂവ് ചെയ്യാം. അയാൾക്ക് അതിനെതിരായിട്ട് കാറ്റിൽ പോവുകയോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ പോവുകയോ ചെയ്യാം. ഗവൺമെന്റിന് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. അപ്പൊ അതിനുള്ള അധികാരങ്ങൾ അവർക്കുണ്ട്. അത് വിനിയോഗിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും അതുപോലെ ഇയാളോടുള്ള അവരുടെ ഈ ഇതുപോലെയുള്ള ക്രിമിനലുമായിട്ട് സ്വഭാവമുള്ള ആൾക്കാരോടുള്ള അമിതമായ അവരുടെ രാഷ്ട്രീയപരമായ ഒരു സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും തിരിച്ചെടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന ആരാണ് ഉത്തരവിട്ടത്? ഒരു DGP ആണെങ്കിൽ ഇതുപോലെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളെ തിരിച്ചെടുക്കാൻ DGP ഒട്ടുന്ന ആ DGPക്കെതിരായിട്ട് നടപടി എടുക്കണമെന്ന് ഞാനീ പറയുന്നത്. ഡിസിപ്ലിനറി അതോറിറ്റിയാണ് DGP. അവർക്കാണ് ഒരു സബ് ഇൻസ്പെക്ടറെ വേണമെങ്കിൽ പിരിച്ചുവിടാനായിട്ട് ഗവൺമെന്റിലേക്ക് റെക്കമെൻഡ് ചെയ്യാം, ഗവൺമെന്റ് വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പൊ ഇതുപോലെയുള്ള ധാരാളം പേര്, ഏകദേശം 10-15% അൺസോഷ്യൽ എലിമെന്റ് കേരള പോലീസിലുണ്ട്. അത് പല പാർട്ടിയുടെ നോമിനിയായിട്ട് വന്നവരാണ്. ഇപ്പൊ അഭിലാഷ് ഇവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അയാളൊരു CPM കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അങ്ങനെയാണ് അയാളുടെ ചരിത്രം തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പം പോലീസ് വന്നിട്ട് അതേ രീതിയിലുള്ള രാഷ്ട്രീയ കാര്യം കാണിക്കാൻ പാടില്ല. ഇപ്പം തന്നെ വളരെ സീരിയസ് ആയ അലിഗേഷൻ അല്ലേ അത്? ഇയാളാണോ അടിച്ചതെന്നൊക്കെ കാര്യം പോലീസാണ് പറയേണ്ടത്. പക്ഷെ പോലീസ് ഇതുവരെ മിണ്ടാതിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അവിടുത്തെ SP-യും അവിടുത്തെ AG-യും അവിടുത്തെ ADGP-യും അല്ലെങ്കിൽ DGP വരെ ഒരു MP-യുടെ തലക്കടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്? അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഒരു ദിവസം കൊണ്ട് അരമണിക്കൂർ കൊണ്ട് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളുള്ളൂ. 15-18 ദിവസമായി ഇതുവരെ അതിനൊരു നടപടിയില്ല. അവിടെയാണ് പോലീസ് ഇത് സപ്രസ് ചെയ്തെന്ന് പറയുന്നത്. ഇയാളെ സംരക്ഷിക്കുന്നത് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയാണ്. അപ്പൊ അവർക്കെതിരായിട്ട് നടപടി എടുക്കാം. അവർക്കെതിരായിട്ട് ഇതുപോലുള്ള ആന്റി സോഷ്യൽ എലിമെന്റിനെ സംരക്ഷിക്കാനായിട്ട് ഒരു DGP ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ DGPക്കെതിരായിട്ട് കോടതി പോകണം. ആൾക്കാർ പോട്ടെ, രാഷ്ട്രീയക്കാർ പോട്ടെ, DGPക്കെതിരായിട്ട് നടപടി സ്വീകരിക്കട്ടെ. കാരണം അങ്ങനെ പല ADGP-മാര്, DIG-മാര്, DGP-മാര് രാഷ്ട്രീയമായ സ്വാധീനം കൊണ്ട് പല ആൾക്കാരെ ഇതുപോലുള്ള ക്രിമിനലുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഓർഡർ ഇട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. അപ്പൊ അയാള് സംസ്ഥാനത്തെ ഏറ്റവും കുപ്രസിദ്ധനായ ഗുണ്ടയാണ് തിരുവനന്തപുരത്തെ. അയാളുമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ അതെങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? അതിനകത്ത് എന്ത് മനുഷ്യരഹിതമായ ഒരു പ്രവൃത്തിയല്ല ഗവൺമെന്റ് ചെയ്ത് മനുഷ്യൻ
അത് മനുഷ്യസ്നേഹപരമായ ഒരു പ്രവൃത്തിയല്ല അവരെ കരകയറ്റി കെട്ടുന്നത്. കാരണം സമൂഹത്തിന് മുഴുവൻ ദൂഷ്യം ചെയ്യുന്ന കാര്യമല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഉള്ള കുപ്രസിദ്ധരായ 2-3 ഗുണ്ടകളുമായിട്ട് ഒന്നിച്ച് ആഹാരം കഴിക്കുകയും അവരെ വീട്ടിൽ പോവുകയും അങ്ങനെ ചെയ്ത കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്ക് ഒരു തരത്തിലും നമുക്ക് ശരി, ശ്രീ ജോർജ് ഒരു നിമിഷം. സിറ്റി പോലീസ് കമ്മീഷണർ CS നാഗരാജുവിന്റെ കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്ന ഒരു കാര്യം പ്രധാനമായും കുറ്റാരോപിതന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം, വീഴ്ച, ജാഗ്രത കുറവ് എന്നിവ ഉണ്ടായിട്ടുണ്ട് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനത്തോട് യോജിക്കുന്നു. താങ്കളുടെ ഭാഗത്തുണ്ടായ ക്രമക്കേടുകൾക്കും ഉദാസീനമായ അന്വേഷണത്തിനും താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള ശിക്ഷകളുടെ പൂർവ്വചരിത്രവും കൂടി കണക്കിലെടുത്ത് താങ്കളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് ഞാൻ താൽക്കാലികമായി തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. 15 ദിവസത്തിനകം രേഖാമൂലം മറുപടി നൽകിയില്ലെങ്കിൽ ഈ താൽക്കാലിക തീരുമാനം അത് നിശ്ചയപരിധി നോട്ടീസ് സ്വീകരിച്ച് ഉടൻ തന്നെ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ടേം അദ്ദേഹം പറയുന്നത് സസ്പെൻഷൻ ആണെന്നാണ് ഈ അഭിലാഷ് ഡേവിഡ് ഇന്നലെ പ്രതികരിച്ചത്. ഈ താൽക്കാലികമായി പുറത്താക്കുന്നു എന്ന് പറയുന്നതിനെയാണോ ഈ സസ്പെൻഷൻ എന്ന് അദ്ദേഹം ന്യായീകരിക്കുന്നത്? ശരിയല്ല, ഒരിക്കലും ശരിയല്ല. താൽക്കാലികമായി റിമൂവ് ചെയ്യാനുള്ള അധികാരം ഒരു IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുണ്ട്. അത് ഡിസിപ്ലിൻ പ്രൊസീഡിംഗ്സ് അനുസരിച്ച് ചെയ്യാം. കാരണം ഡിസിപ്ലിൻ പ്രൊസീഡിംഗ്സ് സാധാരണ പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു സസ്പെൻഷൻ അതൊരു പണിഷ്മെന്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ആ അവാർഡ് അല്ലെങ്കിൽ ആ പണിഷ്മെന്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ സസ്പെൻഷൻ എൻക്വയറി നടത്തിയിട്ട് അത് പ്രൂവ്ഡ് ആണെങ്കിൽ ആ എൻക്വയറിയിൽ ഇയാൾക്ക് ഒരു റാങ്ക് റിഡക്ഷനും കൊടുക്കാം. അതോടൊപ്പം തന്നെ ആ എൻക്വയറിയിൽ ഇയാളെ ഇൻക്രിമെന്റ് ബാർ ചെയ്യാം. അതൊരു മേജർ പെനാൽറ്റി ആണെങ്കിൽ IG റാങ്കിലുള്ള ഒരാൾക്ക് ഇയാളെ റിമൂവ് ചെയ്യാം, താൽക്കാലികമായി റിമൂവ് ചെയ്യാം, അങ്ങനെ നോട്ടീസ് കൊടുക്കാം. അങ്ങനെ റിമൂവ് ചെയ്ത ഒരു സസ്പെൻഷൻ അല്ല, റിമൂവൽ തന്നെയാണ്. അതിനെതിരായിട്ട് ഇയാൾ അപ്പീൽ കൊടുക്കും DGPക്ക്, ഗവൺമെന്റിലേക്ക്. അന്നേരം അവർ കുറച്ചുകൂടെ ഇയാളെ സഹായിക്കത്തക്ക രീതിയിൽ രാഷ്ട്രീയ പ്രഷർ കൊണ്ട്, സമ്മർദ്ദം കൊണ്ട് ആ റിമൂവൽ മാറ്റി ഇൻക്രിമെന്റ് ബാറിലോട്ട് കൊണ്ട് നിർത്തും. ഇവിടെ അഭിലാഷ് ഡേവിഡിന് അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിലെ റിമൂവ് ചെയ്ത് കൊണ്ട് താൽക്കാലികമായി തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ നല്ല തീരുമാനം നാഗരാജുവിന്റെ. ആ തീരുമാനത്തിനെതിരെ അപ്പീൽ കൊടുത്തിട്ടാണ് അയാൾ ഇപ്പം രഹസ്യമായിട്ട് അവിടെ പോയി ഇരിക്കുന്നതെന്നാണ് എന്റെ ഒരു നിഗമനം. റൈറ്റ്. വിനോദ് തുടരുന്നുണ്ട് തോന്നുന്നു. വിനോദ്, ഇപ്പോൾ ശ്രീ ജോസഫ് പറഞ്ഞതുപോലെ അതിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് നീങ്ങുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇതുപോലെ തിരികെ എത്താൻ കഴിയില്ല. നാഗരാജു എടുത്ത തീരുമാനത്തിൽ മേലുദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ അതെങ്ങനെ, ഏത് സാഹചര്യത്തിൽ, എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? എന്തോ ഈ നോട്ടീസിൽ തന്നെ കൃത്യമായി പറയുന്നത് പൂർവ്വചരിത്രം, നേരത്തെ ഉണ്ടായ നടപടികൾ കൂടി പരിഗണിച്ച് പിന്നീടുണ്ടായ വീഴ്ചയിൽ പിരിച്ചുവിടൽ തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയാണ് ഇതിന് വീണ്ടും നിലനിർത്തുന്നതിന് ഇടയാക്കുന്നത്. അത് നമുക്ക് വ്യക്തമാണ്. കാരണം പോലീസിനുള്ളിലെ സംഘടനകളുണ്ട്. സ്വാഭാവികമായും അവരുടെ ഒരു സഹപ്രവർത്തകന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെയുള്ള സമ്മർദ്ദം ഉണ്ടാകും. തീർച്ചയായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതെല്ലാം തന്നെ ഒരു വശത്ത്